സ്പിൽവേ വർക്കുമായോ കരിമണൽ ഖനനവുമായോ ബന്ധമില്ല. മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനി. പ്രളയസമയത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത കരാർ കമ്പനിക്ക് വേണ്ടിയാണെന്നുള്ള കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ പ്രതികരണവുമായി മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനി. തോട്ടപ്പള്ളി സ്പിൽവേ വർക്കുമായോ കരിമണൽ ഖനനം സംബന്ധിച്ചോ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് തങ്ങളുടെ കമ്പനിയിൽ നിന്നും 1 കോടി രൂപ പണം ആവശ്യപ്പെട്ടു എന്ന ഒരു തെറ്റായ വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു. ഈ വാർത്തയും അടിസ്ഥാനരഹിതമാണെന്നും കമ്പനി അറിയിച്ചു. പാലക്കാട് പിരായിയിൽ BJP പ്രവർത്തകർ വോട്ടിന് സാരി നൽകിയതായി ആരോപണം. കല്ലേക്കാട് മേഖലയിൽ അടക്കം സാരി വിതരണം ചെയ്തതായാണ് ആരോപണം. BJP പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി സാരി വിതരണം ചെയ്യുന്നതായി മുമ്പ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പാലക്കാട് കണ്ണാടി മേഖലയിൽ വോട്ടിന് BJP പ്രവർത്തകർ പണം നൽകിയെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി റിപ്പോർട്ട് തേടി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. ഇന്ന് വൈകുന്നേരത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകി. മോൻസൺ മാവുങ്കലിന്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ്. ബലാത്സംഗ കേസിൽ വിചാരണ നേരിടണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ മോൻസൺ മാവുങ്കൽ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് പോലീസിന്റെ മറുപടി തേടിയത്. വീട്ടുജോലിക്കാരുടെ മകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്നാണ് മോൻസൺ മാവുങ്കലിന്റെ ആവശ്യം. ഇരയായ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പീഡിപ്പിച്ച കേസിൽ മോൻസൺ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. പ്രായപൂർത്തിയായ ശേഷമുള്ള പീഡനത്തിനാണ് 2ാമത്തെ കേസ്. ഒരേ കുറ്റകൃത്യത്തിന് 2 തവണ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ഭരണഘടനാപരമായ അവകാശം ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. കൊല്ലം ആശ്രാമത്ത് മകന്റെ പേരിലുള്ള കാർ അപകടത്തിൽപ്പെട്ടതിൽ വാഹനം ഓടിച്ചത് CPIM നേതാവിന്റെ മകനെന്ന് ബിന്ദുകൃഷ്ണ. അപകടം നടന്ന സമയം മകനല്ല വാഹനം ഓടിച്ചതെന്നും അവർ പറഞ്ഞു. മകന്റെ കൂട്ടുകാരനാണ് വാഹനം ഓടിച്ചിരുന്നത്. തിരുവനന്തപുരത്തുള്ള CPIM നേതാവിന്റെ മകനാണ്. ഇത് രാഷ്ട്രീയ വിഷയമാക്കേണ്ട കാര്യമില്ല. എന്റെ മകന് അപകടമുണ്ടായാൽ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ഈ അപകടം. കുഞ്ഞുങ്ങൾ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് പ്രാർത്ഥനയെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലഘുലേഖ വിവാദത്തിൽ പൊട്ടിക്കഴിഞ്ഞ UDF സ്ഥാനാർത്ഥി. അടൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ ലഘുലേഖ വിതരണം ചെയ്തതായി പരാതി. UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ കൊലക്കേസ് പ്രതിയാണെന്ന് എഴുതിയുള്ള ലഘുലേഖയാണ് വിതരണം ചെയ്തത്. സംഭവത്തിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു.